നമസ്കാരം. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ കഥാഗ്രന്ഥങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ബൃഹത് കഥയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദണ്ഡിൻ സേസ് ഭൂതഭാഷാമയീം പ്രാഹു ഭൂതാർത്ഥ ബൃഹത് കഥാം. From Dandin, we also understand that this was written in prose. The work is now lost, but it must have enjoyed great popularity before the 7th century AD. ദണ്ഡി പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് ബൃഹത് കഥ ഗദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ള കൃതിയാണ്. AD 7ാം നൂറ്റാണ്ടിന് മുൻപ് പ്രചാരത്തിലിരുന്ന ഒരു കൃതിയാണ് ബൃഹത് കഥ എന്നാണ് പറയുന്നത്. Bodhaswami, Somadeva and Kshemendra, who have provided us with abridged versions of Brihat Katha in Sanskrit, have given some information about Gunadhya based on legends. ബൃഹത് കഥയെ ചുരുക്കിയ രൂപത്തിൽ അവതരിപ്പിച്ച ചിലരാണ് ബുധസ്വാമി, സോമദേവൻ, ക്ഷേമേന്ദ്രൻ തുടങ്ങിയവർ. അവർ ഗുണാഢ്യനെ, ബൃഹത് കഥ എഴുതിയ ഗുണാഢ്യനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് എന്താണ് പറയുക, നിലനിന്നിരുന്ന ചില പരമ്പരാഗതമായി പറഞ്ഞു വന്നിരുന്ന ചില കഥകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു വൺ ലെജൻഡ്, Shiva was once narrating a tale of 7 Vidyadhara kings to Parvati in private. ഇതിൽ പറയുന്ന ഒരു കഥയാണ്, ഒരു പുരാണ കഥയാണ്. ശിവൻ 7 വിദ്യാധര രാജാക്കന്മാരുടെ കഥയെ പാർവതിക്ക് പറഞ്ഞു കൊടുത്തു. ശിവൻ്റെ സേവകന്മാരിൽ ഒരാളായിട്ടുള്ള പുഷ്പദന്തൻ ഇത് കേട്ടു. എന്നിട്ട് തൻ്റെ ഭാര്യയായിട്ടുള്ള ജയയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഹു ഇൻ ടേൺ ടോൾഡ് ദ സെയിം ടു അതർ മെയ്ഡ്സ് ഓഫ് പാർവതി. പാർവതിയുടെ മറ്റ് സഖിമാരോട് ഈ ജയ പറഞ്ഞു കൊടുത്തു ഈ കഥ തന്നെ. When Parvati came to know that, she cursed Pushpadanta to be born as a mortal and returned to Shiva after telling the tale to someone on earth. അപ്പോൾ ഈ പുഷ്പദന്തൻ ഒളിച്ചു നിന്നിട്ടാണ് ഈ കഥ കേൾക്കുന്നത്, ശിവൻ പാർവതിയോട് പറയുന്നത്. അപ്പോൾ പാർവതി ഇതറിഞ്ഞു. എന്നിട്ട് പുഷ്പദന്തനെ ശപിച്ചു. എന്നിട്ട് എന്താണ്, നീ ഭൂമിയിൽ പിറക്കട്ടെ, എന്നിട്ട് ഭൂമിയിൽ പോയിട്ട് ഈ കഥ പറഞ്ഞു കൊടുക്കണം, ഈ കഥ പറയണം, അങ്ങനെയെങ്കിൽ തിരിച്ച് ശിവൻ്റെ അടുത്തേക്ക് തന്നെ വരാം എന്ന് ശപിച്ചു പാർവതി. ഷീ ഓൾസോ കേഴ്സ്ഡ് മാല്യവാൻ, ഹു പ്ലീഡഡ് ഓൺ ബിഹാഫ് ഓഫ് ഹിസ് ബ്രദർ പുഷ്പദന്ത ടു ബിക്കം എ മോർട്ടൽ ആൻഡ് റിട്ടേൺ ടു കൈലാസ ആഫ്റ്റർ സ്പ്രെഡിങ് ദ സ്റ്റോറി ഓൺ എർത്ത്. അതുപോലെ പാർവതി മാല്യവാനെയും ശപിച്ചു. മാല്യവാൻ പുഷ്പദന്തൻ്റെ സഹോദരനാണ്. പുഷ്പദന്തന് വേണ്ടി സംസാരിച്ച മാല്യവാനെയും ശപിച്ചു. എന്തായിരുന്നു ശാപം? മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച് ഈ കഥയെ ഭൂമിയിൽ പ്രചരിപ്പിച്ചതിന് ശേഷമേ കൈലാസത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്നതായിരുന്നു ശാപം. പുഷ്പദന്ത വാസ് ബോൺ ആസ് വരരുചി, ഹു റിട്ടയേർഡ് ടു ദ ഫോറസ്റ്റ് ഇൻ ഹിസ് ഓൾഡ് ഏജ് ആൻഡ് ആഫ്റ്റർ നാരേറ്റിംഗ് ദ സ്റ്റോറി ഓഫ് ദ വിദ്യാധര കിങ്സ് ടു എ ഗോബ്ലിൻ കോൾഡ് കാണഭൂതി വെൻ ബാക്ക് ടു ശിവ. പുഷ്പദന്തൻ വരരുചിയായിട്ട് ജനിച്ചു. വരരുചി വയസ്സായപ്പോൾ കാട്ടിലേക്ക് പോയി. എന്ത് ചെയ്തിട്ടാണ് പോയത്? വിദ്യാധര രാജാക്കന്മാരുടെ കഥയെ ഒരു എന്താ പറയുക, ഭൂതം അല്ലെങ്കിൽ പ്രേതം എന്നൊക്കെ പറയില്ല, ഗോബ്ലിൻ, പിശാച് എന്നൊക്കെ പറയും, അതിന് വിവരിച്ചു കൊടുത്തു. അതിൻ്റെ പേരാണ് കാണഭൂതി. എന്നിട്ട് ശിവൻ്റെ അടുത്തേക്ക് തിരിച്ചുപോയി വരരുചി. മാല്യവാൻ വാസ് ബോൺ ആസ് ഗുണാഢ്യ, ഹു ബിക്കെയിം ദ മിനിസ്റ്റർ ഓഫ് കിങ് സാതവാഹന, ഹു റൂൾഡ് ഔട്ട് പ്രതിഷ്ഠാന. മാല്യവാൻ ഗുണാഢ്യനായിട്ട് ജനിച്ചു. സാതവാഹനൻ്റെ മന്ത്രിയായി. പ്രതിഷ്ഠാനത്തിലെ രാജാവായിരുന്നു സാതവാഹനൻ. ഗുണാഢ്യ മെറ്റ് കാണഭൂതി ഇൻ ദ വിന്ധ്യ ഫോറസ്റ്റ്. ഗുണാഢ്യൻ വിന്ധ്യ കാടുകളിൽ കാണഭൂതിയെ കണ്ടു. He heard the 7 stories of the Vidyadhara kings from him and wrote them in the same language known as Bhuta Bhasha or Paishaji Bhasha. ഗുണാഢ്യൻ കാണഭൂതിയിൽ നിന്ന് ഈ വിദ്യാധര രാജാക്കന്മാരുടെ 7 വിദ്യാധര രാജാക്കന്മാരുടെ കഥ കേൾക്കുകയും അത് അതേ ഭാഷയിൽ, ഭൂതഭാഷ അല്ലെങ്കിൽ പൈശാചി ഭാഷ എന്ന് പറയുന്ന ഭാഷയിൽ അദ്ദേഹം അത് എഴുതുകയും ചെയ്തു ഗുണാഢ്യൻ. King Satavahana rejected the work as it was written in the Paishaji language.
പൈശാചി ഭാഷയിൽ എഴുതിയതുകൊണ്ട് സാതവാഹന രാജാവ് ഈ ഒരു കൃതിയെ റിജക്റ്റ് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചില്ല. ഇൻ എ ഫിറ്റ് ഓഫ് ഡിസ്പെയർ, ഗുണാഢ്യ began to burn his work chapter by chapter, but his disciples prevented him from burning the last book containing the story of the last Vidyadhara king, and that book is Brihat Katha, now completely lost. അപ്പോൾ ഇതിൽ മനം നൊന്ത ഗുണാഢ്യൻ ഓരോ അധ്യായങ്ങളായിട്ട് തൻ്റെ പുസ്തകം കത്തിക്കാൻ തുടങ്ങി. പക്ഷേ തൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് ഇത് കത്തിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനത്തെ ചാപ്റ്റർ, അവസാന വിദ്യാധര രാജാവിനെ പറ്റി പറയുന്ന ചാപ്റ്റർ കത്തിച്ചില്ല. അപ്പോൾ അതാണ് ബൃഹത് കഥ എന്ന് പറയുന്നത്. അവസാനം കിട്ടിയ ആ ഗ്രന്ഥത്തിനെയാണ് ബൃഹത് കഥ എന്ന് പറയുന്നത്. പക്ഷേ അത് മുഴുവനായിട്ട് നശിച്ചു. ഇന്ന് The stories of Brihat Katha have been handed down to us in 3 works of later origin. അപ്പോൾ ബൃഹത് കഥയിലെ കഥകൾ നമുക്ക് 3 വർക്കുകളായിട്ടാണ് കൈമാറി വന്നിട്ടുള്ളത്. They are കഥാസരിത് സാഗരം ഓഫ് സോമദേവ, ശ്ലോക സംഗ്രഹ ഓഫ് ബുധസ്വാമി ആൻഡ് ബൃഹത് കഥാ മഞ്ജരി ഓഫ് ക്ഷേമേന്ദ്ര. അപ്പോൾ ഈ ബൃഹത് കഥയിലെ കഥകളെ, അതിലത്തെ കഥകളെ തന്നെ പ്രചരിപ്പിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ 3 ഗ്രന്ഥങ്ങളിലൂടെയാണ്. സോമദേവൻ്റെ കഥാസരിത് സാഗരം, ബുധസ്വാമിയുടെ ശ്ലോക സംഗ്രഹം, ക്ഷേമേന്ദ്രൻ്റെ ബൃഹത് കഥാ മഞ്ജരി, ഇവയിലൂടെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓൾ ദീസ് 3 വർക്ക്സ് ആർ ഇൻ സാൻസ്ക്രിറ്റ് വേഴ്സസ്. ഇതൊക്കെ സംസ്കൃത ശ്ലോകങ്ങളായിട്ടാണ് ഈ കൃതി ഉള്ളത്, ഈ കൃതികൾ 3 ഉള്ളത്. ഓഫ് ദീസ് കഥാസരിത് സാഗര ഇസ് ദ ലോങ്ങസ്റ്റ്, കൺസിസ്റ്റിംഗ് ഓഫ് അബൌട്ട് 22,000 വേഴ്സസ്. ഈ 3 കൃതികളിലും വെച്ച് കഥാസരിത് സാഗരമാണ് ഏറ്റവും വലുത്. അതിൽ 22,000 ശ്ലോകങ്ങളുണ്ട്. ദിസ് വർക്ക് സീംസ് ടു എഗ്രി മോർ വിത്ത് ദ ഒറിജിനൽ ദാൻ ദാറ്റ് ഓഫ് ക്ഷേമേന്ദ്ര. സോമദേവ ഫ്ലറിഷ്ഡ് ഇൻ ദ ലാറ്റർ ഹാഫ് ഓഫ് ദ 11th century AD. അപ്പോൾ ഈ ഒരു കൃതി സോമദേവൻ്റെ കഥാസരിത് സാഗരം ക്ഷേമേന്ദ്രൻ്റെ കൃതിയേക്കാൾ കൂടുതൽ മൂലഗ്രന്ഥമായ ബൃഹത് കഥയോട് പൊരുത്തപ്പെടുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ സോമദേവൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് AD 11ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയായിട്ടാണ് പറയുന്നത്. As regards Shloka Sangraha, only a portion of the work consisting of about 4,500 verses is now preserved. ശ്ലോക സംഗ്രഹം ആരുടെയാണ്? ബുധസ്വാമിയുടെയാണ്. അതിൽ ഇന്ന് 4,500 പദ്യങ്ങൾ മാത്രമേ ഇന്ന് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ദ സ്റ്റൈൽ ഓഫ് ദിസ് വർക്ക് ഈസ് സിമ്പിൾ ആൻഡ് നാച്ചുറൽ ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് ടു ഹാവ് റിപ്രൊഡ്യൂസ്ഡ് ദ ഒറിജിനൽ മോർ ഫെയ്ത്ത്ഫുള്ളി ദാൻ ദ അതർ ടു. ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ ശൈലി വളരെ സിമ്പിളും വളരെ നാച്ചുറലുമാണ്. അപ്പോൾ മൂലഗ്രന്ഥമായ ബൃഹത് കഥയെ കൂടുതൽ കൂടുതൽ വിശ്വാസ്യയോഗ്യമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, കൂടുതൽ ആത്മാർത്ഥമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് വെച്ച് നോക്കുമ്പോൾ ബുധസ്വാമിയുടെയും സോമദേവൻ്റെയും ക്ഷേമേന്ദ്രൻ്റെയും വർക്കുകൾ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു കൃതിയായിട്ട് ഇതാണ് തോന്നുന്നത്, മൂലത്തിനോട് കൂടുതൽ ഒട്ടി നിൽക്കുന്നത്. ബുധസ്വാമി വാസ് എ നാറ്റീവ് ഓഫ് നേപ്പാൾ. നേപ്പാളിൽ ജീവിച്ചിരുന്ന ആളാണ് ബുധസ്വാമി. ഹിസ് ഡേറ്റ് ഈസ് നോട്ട് നോൺ, ബട്ട് ഹി മസ്റ്റ് ഹാവ് ബീൻ ഏർലിയർ ദാൻ ക്ഷേമേന്ദ്ര ആൻഡ് സോമദേവ, ഹു ബോത്ത് ബിലോങ് ടു ദ 11th century AD. ബുധസ്വാമി ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് അറിയില്ല. പക്ഷേ AD 11ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്ഷേമേന്ദ്രനേക്കാളും സോമദേവനേക്കാളും മുൻപ് ജീവിച്ചിരുന്ന ആളാണ് ബുധസ്വാമി എന്നാണ് പറയുന്നത്. ബൃഹത് കഥാ മഞ്ജരി ഓഫ് ക്ഷേമേന്ദ്ര ഇസ് നോട്ട് എ വർക്ക് ഓഫ് കൺസിഡറബിൾ മെറിറ്റ്. ക്ഷേമേന്ദ്രൻ്റെ ബൃഹത് കഥാ മഞ്ജരി അത്ര മൂല്യമുള്ള കൃതിയല്ല. ഇറ്റ് സമ്മറൈസസ് ബൃഹത് കഥ ഇൻ അബൌട്ട് 7,500 വേഴ്സസ്. ഇതിൽ ബൃഹത് കഥയെ സംക്ഷേപിച്ചിരിക്കുന്നത് 7,500 ശ്ലോകങ്ങളിലാണ്. അപ്പോൾ ഈ 3 ഗ്രന്ഥകാരന്മാരും എന്താണ് ചെയ്തിരിക്കുന്നത്? സോമദേവനും ബുധസ്വാമിയും ക്ഷേമേന്ദ്രനും ബൃഹത് കഥയെ സംക്ഷിപ്ത രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. Many popular stories and legends current in ancient India find a place in Brihat Katha and its Sanskrit version Kathasarit Sagraha. അതായത് പ്രാചീന ഭാരതത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരുപാട് ജനപ്രിയ കഥകളും പുരാണങ്ങളൊക്കെ ബൃഹത് കഥയിലുണ്ട്. ബൃഹത് കഥയുടെ സംസ്കൃത രൂപമായിട്ടുള്ള കഥാസരിത് സാഗരത്തിലും അതുണ്ട്.
Many Sanskrit poets and dramatists have drawn their plot from this work.